6 വനിതകൾ ചേർന്ന് ബാങ്ക് വായ്പയെടുത്ത് ആരംഭിച്ച സംരംഭമാണ് സമൃദ്ധി കുടുംബശ്രീ. അങ്കനവാടി കുട്ടികൾക്കായുള്ള അമൃതം പൊടി ഉൾപ്പെടെയുള്ള ഭക്ഷ്യവസ്തുക്കളാണ് ഇവർ ഉൽപ്പാദിപ്പിച്ചിരുന്നത്. ഹൈറേഞ്ചിലെ 6 പഞ്ചായത്തുകളിലെ അങ്കനവാടികളിൽ ഇവർ അമൃതം പൊടി നൽകുന്നുണ്ട്. എന്നാൽ കോവിഡ് കാലഘട്ടത്തിൽ അടക്കം അയ്യപ്പൻകോവിൽ പഞ്ചായത്തിൽ വിതരണം ചെയ്ത ഉൽപ്പന്നങ്ങളുടെ പണം ഇവർക്ക് ലഭിച്ചിട്ടില്ല. ഇതോടെ അസംസ്കൃത വസ്തുക്കൾ വാങ്ങാൻ പണം ഇല്ലാതായി. തുടർന്ന് സ്വർണം പണയം വെച്ചും കടം വാങ്ങിയും സാധനങ്ങൾ വാങ്ങി കുറച്ചു കാലം കൂടി സ്ഥാപനം പ്രവർത്തിച്ചു. നിലവിൽ വിവിധയിടങ്ങളിൽ പലിശയടക്കം 17 ലക്ഷത്തോളം രൂപയുടെ കടക്കെണിയിലാണ് ഇവർ. നവകേരള സദസ്സിലടക്കം പരാതി നൽകിയെങ്കിലും പ്രശ്നത്തിന് പരിഹാരമുണ്ടായില്ല. കോടതിയെ സമീപിക്കാനാണ് പഞ്ചായത്ത് അധികൃതർ നിർദ്ദേശിച്ചതെന്ന് സംരംഭകർ പറയുന്നു. ഞങ്ങൾ ഈയിടെ ഒരു വക്കീലിനെ കാണാൻ പോയായിരുന്നു. വക്കീൽ പറഞ്ഞ് ഹൈക്കോടതി പോകാനാണ് പറഞ്ഞേക്കുന്നത്. ഹൈക്കോടതി പോയാൽ ഭയങ്കരമായിട്ട് പൈസ ചെലവ് വരും. ഞങ്ങൾക്ക് അതിനുള്ള നിർവാഹമില്ല. അതെന്ന് ചോദിച്ചാൽ ഇപ്പോൾ കടത്തിൽ തന്നെയാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. ശമ്പളമായിട്ട് 1 വർഷം മിച്ചമായി പൈസ എടുത്തിട്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഹൈക്കോടതി പോകാനായിട്ട് ഞങ്ങൾക്ക് യാതൊരു നിർവാഹവുമില്ല. എവിടെ നിന്നാലും ഞങ്ങൾക്ക് നീതി വേണം. അല്ലാതെ ഞങ്ങൾ ഈ 6 കുടുംബവും ആത്മഹത്യ അവരൊക്കെ നിൽക്കുവാണ്. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം, ഞങ്ങളുടെ കുടുംബം എല്ലാം നോക്കേണ്ട കാര്യങ്ങളാണ്. അതിന് ഞങ്ങൾക്ക് എവിടെ വേണേലും ഞങ്ങൾ എന്തിനാണേലും ഞങ്ങൾക്ക് നീതി ലഭിച്ചേ ഞങ്ങൾക്ക്. അംഗീകാരമില്ലാതെ ICDS ഉൽപ്പന്നങ്ങൾ വാങ്ങിയതാണ് പ്രതിസന്ധിക്ക് കാരണമെന്നാണ് പഞ്ചായത്തിന്റെ വിശദീകരണം. സർക്കാർ തീരുമാനമുണ്ടെങ്കിൽ പണം കൈമാറാനാകുമെന്നും പഞ്ചായത്ത് അറിയിച്ചു. 2021-22 കാലഘട്ടങ്ങളിൽ വീണ്ടും 18 ലക്ഷം രൂപ നമുക്ക് ബാധ്യതയുണ്ട് എന്ന് സൂപ്പർവൈസർ അറിയിക്കുകയും, എന്നാൽ പഞ്ചായത്ത് കമ്മിറ്റിയുടെ ഭരണാനുമതി വാങ്ങാതെയും അതുപോലെ തന്നെ ഒരു പദ്ധതി ഏറ്റെടുക്കുമ്പോൾ DPC അംഗീകരിച്ച് ഒരു പ്രോജക്റ്റ് റിവിഷനിൽ ഒരു പദ്ധതിക്ക് വേണ്ടി തുക മതിയാകാതെ വരുമ്പോൾ നമ്മളിവിടെ റിക്വസ്റ്റ് പ്രകാരം അറിയിക്കുകയും ചെയ്യുന്ന മുറയ്ക്കാണ് നമ്മളൊരു റിവിഷനിൽ വീണ്ടും അധിക തുക വെച്ച് നൽകാറുള്ളത്. എന്നാൽ അങ്ങനെ ഒരു സാങ്കേതിക അനുമതി വാങ്ങുകയോ ഭരണസമിതിയുടെ അനുമതി വാങ്ങുകയോ ഒന്നും ചെയ്യാതെ സൂപ്പർവൈസർ ഇവിടെ ഫുഡ് ഇറക്കി എന്നാണ് സൂപ്പർവൈസർ പറയുന്നത്. അതിൻ്റെ വിശദമായ അന്വേഷണ റിപ്പോർട്ടൊക്കെ നമുക്ക് ലഭിച്ചിട്ടുള്ളതാണ്. നമുക്കിനി അത് ആ തുക നൽകുന്നതിന് പഞ്ചായത്ത് ഭരണസമിതി ഒരിക്കലും തടസ്സമല്ല. പക്ഷേ ആ തുക ഇപ്പോൾ സാങ്കേതിക അനുമതി വാങ്ങാതെ നടത്തിയ ഒരു പ്രവർത്തനത്തിന് വേണ്ടി തുക നൽകുന്നതിന് ഓഡിറ്റ് ഒബ്ജക്ഷൻ വരെ നിലനിൽക്കുന്നതാണ്. അതിന് ഗവൺമെൻറ് തലത്തിലൊരു തീരുമാനമുണ്ടാകുന്ന മുറയ്ക്ക് അവരുടെ പൈസ ഈ 18 ലക്ഷം രൂപയുടെ ബാധ്യത കൊടുക്കുന്നതിന് ഭരണസമിതി ഇപ്പോൾ തയ്യാറാണ്. 2 പതിറ്റാണ്ടുകാലം മികച്ച രീതിയിൽ പ്രവർത്തിച്ചിരുന്ന കുടുംബശ്രീ സംരംഭത്തിനാണ് നിലവിൽ പൂട്ടുവീഴാനൊരുങ്ങുന്നത്. സർക്കാരിൻ്റെ അടിയന്തര ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ സ്ഥാപനത്തിൻ്റെ പ്രവർത്തനം നിലയ്ക്കുന്നതിനൊപ്പം ഈ സംരംഭകരുടെ ജീവിതവും വഴിമുട്ടും. മലയാളം ന്യൂസ്, ഇടുക്കി. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം.